നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തെ ബേസ് ചെയ്തിട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങൾ കണക്റ്റഡ് ഫാക്ട്സും ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ ഉത്തരം എഴുതുക, എന്നിട്ട് ഞാൻ ആൻസർ പറയും, പിന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് പറയും. അങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പൊ എന്തായാലും ടെസ്റ്റിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. തുടങ്ങാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ മോക്ക് ടെസ്റ്റ് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഈ ചോദ്യം ചോദിച്ചത് LDC തിരുവനന്തപുരം മലപ്പുറം 2017 ഓപ്ഷൻസ് BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ. എഴുതിക്കോളൂ. ഉത്തരം ബി. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാ? ആമുഖത്തിലാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ. പിന്നെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കുന്നത് ഏതിനെയാ? ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏതാ? ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത്. പിന്നെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. എന്നാൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? അത് BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. ഇനി ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഇനി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയതെന്ന 1947 ജനുവരി 22 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത്. ഇനി ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന രീതിയിലാണ് ആമുഖം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? KV കാമത്താണ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാ? 1949 നവംബർ 26. 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി. ഇനി സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം. കേരളത്തെ കൂടാതെ മഹാരാഷ്ട്രയും മധ്യപ്രദേശും സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കുന്നതിന് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇനി ആമുഖത്തിന്റെ കുറച്ച് വിശേഷണങ്ങളാണ്. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാരാ? KM മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാ? NA പൽക്കിവാലയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഏണസ്റ്റ് ബാങ്കർ കീ എന്ന് കോർത്താ മതിയെ. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഇനി ഭരണഘടനയുടെ ആത്മാവ് എന്ന്
ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാ? എം ഹിദായത്തുള്ളയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. പിന്നെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതായത് പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ, പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ. ഇനി ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ബി.ആർ. അംബേദ്കർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത്. രണ്ടാമത്തെ ചോദ്യം, സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് 2018 ചോദിച്ച ചോദ്യമാണ്. The term secular was added to the preamble of Indian Constitution by the dash amendment. 42nd, 43rd, 44th, 45th. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എ ആണ്. 42nd അമെന്റ്മെന്റിലാണ് സെക്യുലാർ എന്ന ടേം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. എന്നായിരുന്നു 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്, ഭേദഗതി വരുത്തിയത്. ഈ 42ാം ഭേദഗതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. ഇനി 42ാം ഭേദഗതി പ്രകാരം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു, അതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാറ്റി. സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്ന് വെച്ചാൽ സെക്യുലാർ എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. കൂടാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം കൂട്ടിച്ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി. ഇനി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്തോ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചത് LDC പത്തനംതിട്ട 2014. സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക. ഉത്തരം ഡി ആണ്, അമേരിക്ക. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആമുഖം എന്ന ആശയം നമ്മുടെ രാജ്യത്തേക്ക് കടമെടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയ ആശയങ്ങൾ: മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ആമുഖം, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ് എന്നീ ആശയങ്ങളൊക്കെ USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ആമുഖം, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്. നമ്മുടെ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നും കടമെടുത്തത് മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നീ ആശയങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത് പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, പിന്നെ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെന്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, ഈ വക കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഫ്രാൻസിൽ നിന്ന് കടമെടുത്തത് ഏതൊക്കെയാണ്? റിപ്പബ്ലിക് എന്ന ആശയം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളെല്ലാം കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ഇനി കുറച്ച് കേസുകളെ പറ്റി നോക്കാം.
ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? അല്ല എന്ന് പ്രസ്താവിച്ചത് ബെറുബറി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ബെറുബറി കേസ് 1960. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേസ്. അതെന്തുവാ? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചത് ബെറുബറി കേസിലും ഭാഗമാണെന്ന് പ്രസ്താവിച്ചത് കേശവാനന്ദ ഭാരതി കേസിലുമാണ്. ഇനി കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാ? കേശവാനന്ദ ഭാരതി കേസിലാണേ. ഇനി മറ്റൊരു കേസാണ് LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 1995 കേസാണ്. LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് പ്രകാരം ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. ഇനി മറ്റൊരു കേസാണ് ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. 1986 കേസാണ് ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഇതില്ലേ, ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരമല്ല ആമുഖം, അതായത് കളക്ഷൻ ഓഫ് യൂസ്ലെസ് റിട്ടോറിക്. ഉപയോഗശൂന്യമായ വാചാടോപത്തിന്റെ ശേഖരം അല്ല ആമുഖം എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. അപ്പൊ 4 കേസുകൾ ഈ ആമുഖത്തെ പറ്റി ഓർക്കണേ. ബെറുബറി കേസ്, കേശവാനന്ദ ഭാരതി കേസ്, LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ആമുഖത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒന്നെടുത്ത് വായിക്കാം. ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പൊ തന്നെ അങ്ങ് ഷെയർ ചെയ്തിട്ടേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്